എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ നാളായി വന്നിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ബ്യൂട്ടി കുറിച്ച് പറയാനാണ്. ബ്യൂട്ടിയുടെ ഒരു പാക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു വൈറ്റമിൻ പാക്കും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ ബ്യൂട്ടിയെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്യൂട്ടിയെ കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ബ്യൂട്ടിയെ കുറിച്ച് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു സാധനമാണ്. അത് വളരെ തുച്ഛമായി, ഇതിന്റെ 20 രൂപയാണ് ഇതിന്റെ വില. ഇതെന്ന് പറയുന്ന ആലോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. കണ്ട, ആല ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഇതാണ് ആലോ എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. 20 രൂപയുള്ളൂ ഇതിന്റെ വില. 20 രൂപ. ഇത് പണ്ട് നമ്മൾ ബാർബർ ഷോപ്പ് ഉണ്ടല്ലോ, ബാർബർ ഷോപ്പ് സലൂണിൽ മുടി വെട്ടിയിട്ട് അല്ലെങ്കിൽ ഷേവ് ചെയ്തിട്ട് മുഖത്ത് ഇങ്ങനെ ഒരു കല്ല് പോലെ ഇട്ട് ഒരിക്കുന്ന ഒരു സാധനം പണ്ടുള്ളവർക്കൊക്കെ അറിയാം. അതാണ് ഇത്. അതെന്ന് പറയുന്നത് എല്ലാവരും പറയും വെറുതെ കല്ല് വെച്ച് അടിച്ച്. ഇത് പിന്നെ ഇത് കിണറ്റില് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു സാധനമാണ്. പണ്ട് ഞാൻ എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഫേസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്ന് പറയുന്നത് ആന്റി ഫംഗൽ ആണ്, ആന്റിസെപ്റ്റിക് ആണ്. അതായത് മൂക്കുരു വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇത് പൊടിച്ചിട്ട് ഒരു പിഞ്ച് ഒരു വാം വാട്ടറിൽ ഇട്ടിട്ട് അത് പഞ്ഞി തൊട്ട് നമ്മളെ മുഖത്ത് എന്നും തുടച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളെ മൂക്കുരുവൊക്കെ താനെ പോകും. മൂക്കുരുവിന്റെ പാട് വരെ പോകും. അപ്പൊ ആ മൂക്കുരുവിന്റെ പഴുപ്പ് വരുന്നിടത്തെല്ലാം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മളെ മുഖത്തെ ചുളിവ് മാറ്റാനും, നമ്മളെ മുഖത്ത് ഈ മുഖം ടൈറ്റ് ആവാൻ വേണ്ടി, നമ്മളെ സ്കിന്ന് ലൂസായി വരും. ഒരു 35-40-45 വയസ്സ് കഴിയുമ്പോഴത്തേക്കും മുഖം ടൈറ്റ് ആവും. മുഖം ലൂസാവുന്നത് നമ്മൾ ടൈറ്റ് ആക്കാൻ വേണ്ടി ഇതിന്റെ ഒരു പാക്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഇത് സ്ട്രൈറ്റ് ഡയറക്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ ഉരസി എടുക്കാം. പക്ഷെ നമുക്ക് ചില സെൻസിറ്റീവ് സ്കിന്നിന് മാത്രം നമുക്ക് ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ചിലർക്ക് അലർജി വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുവിധമുള്ള ഞാനിത് ചെയ്ത് പരീക്ഷിച്ചതാണ്. ഇത് 100-101% എല്ലാവർക്കും സൂട്ടാവും. അതുപോലെ ഇത് നല്ലൊരു വൈറ്റനിങ് പാക്കാണ്. അത് നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് കമന്റ് പറയണം. നിങ്ങൾക്ക് ഇതിൽ കുഴപ്പം വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് റിപ്ലൈ തരണം. കാരണം ഇതിൽ 100-101% ഏറ്റവും ഉപയോഗമുള്ളതാണ്. അതുമല്ല നമുക്ക് ആകെ 20 രൂപ ചിലവാകും. 20 രൂപയ്ക്ക് നമുക്ക് ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പൊ നമുക്കിത് പാക്ക് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരണ്ടേ? ഓക്കെ. അപ്പൊ ഇതേ ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്നത് കാണണ്ടേ? ഇതേ കണ്ട, ഇതാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. കണ്ട ഇത് ഞാൻ ഇത്ര ഒരു പിഞ്ചല്ല, ഒരു 1/2 സ്പൂൺ കേട്ടോ. 1/2 സ്പൂൺ ഞാൻ ഇതിലിടുകയാണ് കേട്ടോ. 1/2 സ്പൂൺ ഇട്ട് ഇനി അതിന്റെ കൂടെ വെളിച്ചെണ്ണ. നമ്മളെ എല്ലാ വീട്ടിലും കിട്ടുന്ന സാധനമാണ്. വേറെ ഒന്നും നിങ്ങൾ പുറത്തൊന്നും വാങ്ങിക്കണ്ട. ഓയില് കുറച്ചൊരു ഈ ആല ഒന്ന് കലങ്ങാൻ വേണ്ടി മാത്രം കേട്ടോ. കണ്ട, ആല കലങ്ങാൻ വേണ്ടി കണ്ട. അതിന്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ആലോവേര ജെല്ല്. അതും അത്ര തന്നെ ചേർത്താൽ മതി. 1 സ്പൂൺ ആലോവേര ജെല്ല് മാത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് വെച്ചാൽ മതി. ആലോവേര ജെല്ല് മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. അത് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വെളിച്ചെണ്ണയും ഈ ആലവും ഞങ്ങൾക്ക് കുറച്ച് കടലമാവ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് കടലമാവ്. ഇത്ര കടലമാവ്, സെയിം കടലമാവ് ഇത് കുഴയ്ക്കുന്ന അനുസരിച്ച് ചേർക്കണം കേട്ടോ. ഒരു പേസ്റ്റ് പോലെ ഞാനാക്കി. കണ്ടോ, ഇതാണ് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കണ്ടോ, എല്ലാവരും കണ്ടോ? ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് എൻ്റെ മുഖത്ത് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യട്ടെ. കണ്ണിൽ ചേർത്ത് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. കണ്ണിനെ കുറച്ച് തൊട്ട് താഴെ അപ്ലൈ ചെയ്ത, കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യണേ.
ഇത് അത്രയും ഞാൻ അപ്ലൈ ചെയ്തു. ഇനി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വേണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഒരു മസാജ് കൊടുക്കാം. ഓക്കെ, എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ താടിയുടെ മേലോട്ടേ മസാജ് ചെയ്യാവൂ കേട്ടോ. ഇത് ഞാൻ മസാജ് ചെയ്യുന്നത് നമുക്ക് റിങ്കിൾസ് ഫേസ് ടൈറ്റ് ആവാൻ വേണ്ടിയാണ് ഈ മസാജ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ വലുതായിട്ട് മസാജ് ചെയ്യണ്ട കേട്ടോ. മസാജ് ചെയ്ത് ഒരു 10-12 മിനിറ്റ് നമ്മളിത് ഇട്ടേക്കുക കേട്ടോ. ഓക്കെ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഒരു 10-15 ഇടുമ്പോഴത്തേക്ക് കുറച്ച് ഡ്രൈ ആവും ഫേസ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫേസ് നോക്ക് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഒരു 15 മിനിറ്റ് ഇട്ടോളൂ, ഒരു പ്രശ്നവും ഇല്ല. നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഓയിലി സ്കിന്നുകാർ അതൊക്കെ ലൈറ്റായിട്ട് വെള്ളം തൊട്ട് മസാജ് ചെയ്ത് 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 വേണം നമുക്ക് ഇത് വാഷ് ചെയ്യാം. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരട്ടെ. ഞാൻ എൻ്റെ മുഖം വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മുഖം പതുക്കെ പ്രസ് ചെയ്ത് നമുക്കിത് എക്സ്ട്രാ വെള്ളം എല്ലാം എടുക്കണം കേട്ടോ. ഓക്കെ, ഇത് ഇപ്പം എൻ്റെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഫേസ് ഡ്രൈ സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർ കുറച്ചേറെ സമയം വെക്കാം. ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര എഫക്റ്റ്, കുരുക്കളും കൂടെ ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റാണ്. കുരുക്കളില്ലാത്തവർക്ക് ഒരു അലർജിയും വരത്തില്ല. എൻ്റെ ഫേസ് എനിക്ക് അലർജിക്ക് ഫേസാണ്, എനിക്ക് അലർജി ഉള്ളതാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് നിങ്ങൾ 100-101% നിങ്ങൾക്ക് ഫലമുള്ളതാണ്. 20 രൂപ മാത്രമേ നിങ്ങൾക്ക് ചിലവാകുള്ളൂ. വേറെ എല്ലാം നമുക്ക് വെളിച്ചെണ്ണ നമ്മളെ വീട്ടിലുള്ളതാണ്. കടലമാവ് നമ്മളെ വീട്ടിലുള്ളതാണ്. കടലമാവ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ചേർക്കാം. പക്ഷെ ഏത് മാവ് വേണമെങ്കിലും ചേർക്കാം. കടലമാവ്, അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ്, ഇത് ഇത്രയും ചേർക്കാം. ഇതുപോലെ തന്നെ ഞാൻ വേറൊരു പാക്കും കൂടെ ഇന്ന് കാണിക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഒന്ന് വരൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് അരിപ്പൊടിയാണ്, ഇത് തൈര്, ഇത് തേന്, പിന്നെ ആലം പൗഡർ. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ആലോവേരയും കൂടെ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പാക്ക് ആക്കുകയോ അല്ലെങ്കിൽ ക്രീം പേസ്റ്റ് ആക്കി വെച്ചിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി കുറച്ചെടുത്ത് നിങ്ങളെ കയ്യിലെടുത്ത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോളും. ഒരു പ്രശ്നവും വരത്തില്ല. പിറ്റേന്ന് കഴുകി കളഞ്ഞാലും മതി, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് കിടന്നുറങ്ങാം. നല്ല വൈറ്റനിങ് ഒരു ക്രീമാണത് കേട്ടോ. ഇത് 100-120% ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് എഫക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ തെറി വിളിച്ചോളൂ. അത്രയ്ക്ക് എഫക്റ്റീവാണ്, അത്ര ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇതാരും കാണിക്കാത്തൊരു പാക്കാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്കിത് എഫക്റ്റ് ആവും. എനിക്ക് നല്ല എഫക്റ്റായി. പ്രത്യേകിച്ച് എനിക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതാണ്. ഒരു പ്രശ്നവും വന്നിട്ടില്ല. നല്ല വൈറ്റമിൻ. പിന്നെ ഇതൊരു ബ്ലീച്ചിങ് ഏജൻ്റാണിത്. ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ്, ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ഫംഗലാണ്. പിന്നെ ഇതേപോലെ നമ്മൾ ഞാൻ മൈക്രോഡർമാബ്രേഷൻ, സ്കിൻ ലിഫ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ അതിൽ മൈക്രോഡർമാബ്രേഷൻ ചെയ്യുന്നത് നമ്മൾ മുഖത്തെ കാര മാറുന്നതും പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന ഒരു മെഷീനാണ്. അതിൽ ഉപയോഗിക്കുന്ന വൈറ്റനിങ് പാക്കിൽ ഉപയോഗിക്കുന്ന ഒരിതാണ് ഈ ആലം പൗഡർ. ആലം പൗഡറത്തിൽ സൾഫേറ്റ്, അലുമിനിയം സൾഫേറ്റ് അങ്ങനെയുള്ള പൗഡറുകളൊക്കെ ചേർത്താണ് ഈ മൈക്രോഡർമാബ്രേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മിക്സ് ചെയ്യാവുന്നതും വൈറ്റനിങ് പാക്കാണ്. ഇതൊരു മുഖം വെളുക്കാനും ഉള്ള ഏറ്റവും നല്ലൊരു സാധനമാണ് ആലം. അത് ചിലർക്കൊന്നും അറിഞ്ഞൂടായിരിക്കും, അറിഞ്ഞൂടാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ ഫേസ് ടൈറ്റനിങ്ങിന് വേണ്ടിയുള്ളതാണ്. റിങ്കിൾസ്, അതായത് കണ്ണിൻ്റെ അടിയിലത്തെ ചുളിവ്, നെറ്റിയിലെ ചുളിവ്, അങ്ങനെ കഴുത്തിൻ്റെ അടിയിലത്തെ ചുളിവ്, ഇതെല്ലാം മാറാൻ വേണ്ടിയുള്ള പാക്കും കൂടിയാണ് ഞാൻ കാണിച്ചത്. ഇതെല്ലാം ഈ ആലം പൗഡർ ഏറ്റവും നമ്മളെ സൈഡായിട്ട് നമ്മൾ യൂസുള്ള സാധനമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ആൻറ്റിസെപ്റ്റിക് അസ്ട്രിഞ്ചൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ആലം പൗഡർ, ഞാൻ ഉപയോഗിക്കുന്നത് ഈ 2 പിഞ്ച് ആലം പൗഡർ, പിന്നെ കുറച്ച് വാം വാട്ടർ, കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഞാനൊരു സ്പ്രേയറിൽ വെച്ചിട്ടുണ്ട്.
അത് നമ്മൾ മുഖക്കുരുവുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് മുഖക്കുരുവുള്ള കുട്ടികൾ, ഇപ്പം 15 വയസ്സായ ടീനേജ് കുട്ടികൾക്കാണ് കൂടുതൽ മുഖക്കുരു വരുന്നത്. ആ കുട്ടികളെല്ലാം ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞത് ആലം പൗഡർ 2 പിഞ്ച്, കുറച്ച് വാം വാട്ടർ, കുറച്ച് റോസ് വാട്ടർ, ഇതെല്ലാം 3 കൂടെ മിക്സ് ചെയ്ത് കുറേ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു സ്പ്രേയറിലാക്കി വെച്ചിട്ട് അത് ഒരു പഞ്ഞിയിൽ മുക്കി ആ മുഖത്ത് ഇങ്ങനെ മൊത്തം തുടയ്ക്കുക. അതിൽ 3-4 പ്രാവശ്യം. ഇപ്പം കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്, രാവിലെ തുടച്ചിട്ട് പിന്നെ വൈകിട്ട് വന്നിട്ട് തുടയ്ക്കുക. ഇൻ ബിറ്റ്വീൻ ഈ കൊച്ചുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ 3-4 പ്രാവശ്യം ഇതിങ്ങനെ തുടച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഖക്കുരു മാറും. മുഖക്കുരുവിൽ നിന്നും പടർന്നു പിടിക്കാതിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുരു വന്ന പാട് വരെ പോകും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ മുഖക്കുരു വന്ന കുട്ടികൾക്ക് ഒരു കാര്യം ഞാൻ പറയാം, ധാരാളം വെള്ളം കുടിക്കുക, ഈ മുഖം എപ്പോഴും കഴുകുക, മുഖത്ത് നഖം തൊടാതിരിക്കുക. ഇതൊക്കെ മുഖക്കുരു വന്ന കുട്ടികൾക്കുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് 40-45 വയസ്സായവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റാണ്. സ്കിൻ ടൈറ്റ് ആവാനും റിങ്കിൾസ് മാറാനും ഏറ്റവും ബെസ്റ്റുള്ള സാധനമാണ് ആലം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം, എനിക്ക് കമൻറ്റ് അറിയിക്കണം. നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റുള്ള ഒരു സാധനമാണ്. അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.